സ്നേഹപ്പെട്ട എല്ലാവർക്കും അതിലേക്ക് സ്വാഗതം. അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയത് ഒക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നല്ലോ. 2 പത്രോസ് 1-3 വാക്യം. നാം ആഗ്രഹിക്കുന്ന ഏതെങ്കിലും വാഗ്ദാനം ചെയ്യുമ്പോൾ കാത്തിരിക്കുന്ന ഭാവിയിൽ കൂടുതൽ പ്രയോജനം ചെയ്യുമെന്ന് നമുക്കറിയാമെങ്കിലും ആത്മനിയന്ത്രണം പാലിപ്പാൻ നാം പാടുപെട്ടേക്കാം. എങ്കിലും ആത്മനിയന്ത്രണം ഉൾപ്പെടെ സുപ്രധാന പല സദ്ഗുണങ്ങളും നമ്മുടെ വിശ്വാസത്തോട് കൂടിയേർപ്പാൻ പത്രോസ് നിർബന്ധിക്കുന്നു. 2 പത്രോസ് 1-5-6 വാക്യങ്ങൾ. യേശുവിൽ വിശ്വാസം ഉറപ്പിടിച്ചുകൊണ്ട് ആ വിശ്വാസത്തിൻ്റെ തെളിവായി നന്മ, ജ്ഞാനം, സ്ഥിരോത്സാഹം, ആത്മനിയന്ത്രണം, ദൈവീക ഭക്തി, വാത്സല്യം, സ്നേഹം എന്നിവ വർദ്ധിച്ച അളവിൽ വളരാൻ പത്രോസ് തൻ്റെ വായനക്കാരെ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ സദ്ഗുണങ്ങൾ നമുക്ക് ദൈവത്തിൻ്റെ പ്രീതി നേടിത്തരികയും സ്വർഗത്തിൽ നമ്മുടെ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. എങ്കിലും ദൈവം അതിനുള്ള ജ്ഞാനവും ശക്തിയും നൽകുന്നതിനാൽ നമ്മോടും അതുപോലെ നമ്മൾ ഇടപെടുന്ന എല്ലാവരോടും ആത്മനിയന്ത്രണം പാലിക്കേണ്ട ആവശ്യകതയാണ് അവർ തെളിയിക്കുന്നത്. കൂടാതെ അതിലെല്ലാം ഉപരി പരിശുദ്ധാത്മാ ശക്തിയാൽ അവനെ പ്രസാദിപ്പിക്കുന്ന നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടിയത് ഒക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുണ്ട്. ക്രിസ്തുതുല്യമായ ഗുണങ്ങൾ നിങ്ങൾ ആരിലാണ് കാണുന്നത്? നിങ്ങൾക്ക് ആവശ്യമുള്ള ദൈവം നൽകുന്നതിന് നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ അവയെ എങ്ങനെ വളർത്തിയെടുക്കാം? പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ, എനിക്ക് ചുറ്റുമുള്ള ലോകത്തിന് അങ്ങനെ നന്മ ഞാൻ വെളിപ്പെടുത്തേണ്ടതിന് യേശുവിനെ പ്രതിഫലിപ്പിക്കുന്ന ഗുണങ്ങൾ എന്നിൽ വളർത്തണമേ. താങ്ക് ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നൽകട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.